മലയാളത്തിലെ വളരെ വ്യതിരിക്തമായ കവിതകളിലൂടെ തന്റെ ഇടം ഉറപ്പിച്ചു കഴിഞ്ഞ എഴുത്തുകാരിയാണ് ശ്രീമതി സിന്ധു രാമചന്ദ്രൻ എന്ന് അഭിമാനപൂർവം പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സിന്ധു ഏറ്റവും പുതിയ കവിതയാണ് എഴുതുന്നത്. സിന്ധു പെൺമുറിവുകളെയാണ്, ഒരു കവിതയുടെ പേര് പെൺമുറിവ്. എന്റെ മൗനാക്ഷരങ്ങളിലേക്കാണ് നീ നവകാവ്യമായി വന്നത്, അല്ലേ വരി? എന്റെ മൗനാക്ഷരങ്ങളിലേക്കാണ് നീ നവകാവ്യമായി വന്നത്. ഒരു കവിതയിൽ പറയാൻ, ഒരു ഗദ്യ കവിത ഓർത്തു വെക്കണമെങ്കിൽ, ഞാനിത് നേരത്തെ വായിച്ചതാണ്, ഈ വരി എന്റെ മനസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതെന്റെ കഴിവല്ല, സിന്ധു രാമചന്ദ്രൻ എന്ന എഴുത്തുകാരിയുടെ മിടുക്കാണ് എന്ന് അഭിമാനപൂർവ്വം നിങ്ങളോട് പറയാം. അതാണ് ഈ പുസ്തകത്തിന്റെ സവിശേഷത. സിന്ധുവിന്റെ ഒരു കവിത ഞാൻ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്തു. സമയം കൂടുതൽ എടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2 മിനിറ്റിനുള്ളിൽ ഞാൻ ആ മൊഴിമാറ്റം ചെയ്ത കവിത ഇവിടെ വായിക്കാം. അവശേഷിപ്പ് എന്ന കവിതയാണ് ഞാൻ മൊഴിമാറ്റം ചെയ്തിരിക്കുന്നത്. ഇത് ജൂലൈ മാസത്തിൽ സമാഹാരത്തിൽ പ്രസിദ്ധീകരിച്ച് വരുന്നത് എന്നും പറയട്ടെ. The leftovers അതാണ് ശീർഷകം കൊടുത്തിരിക്കുന്നത്. At times we do dive into the wounds of yesterdays. At times we do dive into the wounds of yesterdays, and we could discern their some marks, and we could discern their അവനവനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ ചിലപ്പോൾ ഉത്തരം കിട്ടിയേക്കും, ഉണ്ട് അങ്ങനെ ഒരു നീറ്റലുകളെന്ന്. പക്ഷെ ആ നീറ്റലുകൾക്ക് ശബ്ദമില്ല എന്നാണ് നിശബ്ദത എന്ന വിശേഷണം കൊണ്ട് നാം മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അർത്ഥമാക്കുന്നത്. പക്ഷേ ആ നിശബ്ദതകൾക്ക് പോലും ഇന്ന് അർത്ഥം വെച്ച് വരുന്നുണ്ട്, തിടം വെച്ച് വരുന്നുണ്ട്, ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. ഈ കണ്ടതൊന്നുമല്ല, ഇനി നിങ്ങൾ കാണാനിരിക്കുന്നത് ലോകമേ എന്ന് വിളിച്ചു പറയാൻ സന്നദ്ധരായ ഒരു കൂട്ടം പെൺകവികൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു കണ്ണിയാണ് സിന്ധു രാമചന്ദ്രൻ എന്ന് ആദ്യമായി ഞാൻ പറഞ്ഞു വെക്കട്ടെ. ആ അർത്ഥത്തിൽ സിന്ധുവിൻ്റെ നിശബ്ദതയുടെ നീറ്റലിനും പെൺമുറിവുകൾക്കും എല്ലാം ഞാൻ വലിയൊരു നമസ്കാരം പറയുന്നു. മൗലികമായ സൃഷ്ടികൾ തിരഞ്ഞെടുക്കാൻ എല്ലാ കവികൾക്കും കഴിയട്ടെ എന്നും ആ രീതിയിൽ നേരത്തെ ഞാൻ ഉദ്ധരിച്ച വരികളൊക്കെ ഒരിക്കലും കാണാപ്പാടം പഠിച്ചതല്ല, കേട്ട് മനസ്സിലേക്ക് ചേർത്ത് വെച്ച വരികളാണ്. ആ വരികളുടെ കൂടെ ഞാൻ സിന്ധു രാമചന്ദ്രൻ്റെ പെയ്തു തോരാതെ എന്ന് പറയുന്ന കവിതയിലെ ഒരു കുമ്പിൽ കുളിരെ മോഹിച്ചപ്പോൾ നമ്മൾ നനഞ്ഞു കുതിർന്നില്ലേ, ഇനിയും പെയ്തിറങ്ങണം നിന്നിലൂടെ തോരാതെ അങ്ങനെ. ഒരു കുമ്പിൽ കുളിരെ മോഹിച്ചപ്പോൾ നമ്മൾ നനഞ്ഞു കുതിർന്നില്ലേ, ഇനിയും പെയ്തിറങ്ങണം നിന്നിലൂടെ തോരാതെ അങ്ങനെ. ഈ വരികളെയും ചേർത്ത് വയ്ക്കുന്നു. നന്ദി, നമസ്കാരം. വിദ്യാർത്ഥിനി കൂടിയായിരുന്ന സിന്ധു രാമചന്ദ്രൻ്റെ ഈ കവിതാ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിൽ പങ്കെടുക്കാൻ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിവാദ്യം. പ്രണയത്തുള്ളികൾ കവിതയായി പെയ്തിറങ്ങിയ മഴമേഘമേ, കരളിലെത്തിച്ച മഴത്തുള്ളികൾ ഉള്ളിലെ ചൂടിൽ ഉരുകിത്തിളച്ചു വീണ്ടും ഉയരവേ, അരികിൽ വന്നു നീ തുള്ളിത്തുളുമ്പുന്നു. കവിതയായി പെയ്തിറങ്ങിയ മഴമേഘമേ, കരളിലെത്തിച്ച മഴത്തുള്ളികൾ ഉള്ളിലെ ചൂടിൽ ഉരുകിത്തിളച്ചു വീണ്ടും ഉയരവേ, അരികിൽ വന്നു നീ തുള്ളിത്തുളുമ്പുന്നു. മഴയായി പെയ്തൊരൻ പ്രണയമേ, പെയ്തിറങ്ങി എന്നുള്ളിൽ തീഷ്ണമാം
ആനന്ദലഹരിയായി ഈരനാം മിഴിത്തുടച്ചു ചാഞ്ഞു ചെരിഞ്ഞു പെയ്തിടവേ ചിതറി വീഴുമെൻ മുടിയിലൂടെ. ഈ കവിത ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതിൽ മറ്റൊരു കാര്യം, ഈ കവിതയിലെ അവതാരികയെ അടയാളപ്പെടുത്തിയ, വ്യക്തമായി അടയാളപ്പെടുത്തിയ ആലങ്കോട് സാറാണ്. ഇതിന് മാർഗനിർദ്ദേശം നൽകിയത് ഈ പുസ്തകത്തിന് പൂർണ്ണ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് മാർഗനിർദ്ദേശം നൽകിയത് എനിക്ക് രാജൻ കരുവാരക്കുണ്ട് എന്ന സാറാണ്. അദ്ദേഹത്തിന് വളരെ ഒരു സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് എനിക്കുണ്ട് ഇതില്. പിന്നെ മറ്റൊരു കാര്യം, കവിതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവലോകനം ചെയ്ത സേതു സാർ എന്ന വ്യക്തി തുടക്കം മുതൽ തന്നെ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയാണ് സേതു സാർ. ഏതൊരു കവിതയും ഞാൻ വായിക്കാൻ കൊടുക്കുമ്പോൾ സാറ് തരുന്ന പ്രോത്സാഹനം വളരെ കൂടുതലാണ് ഇന്ന് വരെ. പിന്നെ ബുക്കിലെ ചിത്രങ്ങൾ വരച്ച വ്യക്തി എന്റെ സുഹൃത്തുക്കൾ. ഇവിടെ ഞാൻ പരാമർശിക്കുന്നത് മോഹനേട്ടൻ, തിരുവാമൂർ സമാജത്തിന്റെ മോഹനേട്ടൻ എന്ന വ്യക്തി എന്നെ എല്ലാ കാര്യങ്ങളും ഒരുപാട് സഹായിക്കാറുണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് അജയൻ മാഷെ കുറിച്ചാണ്. വിമർശനങ്ങളിലൂടെ എന്നെ വളരെയധികം നന്മയുടെയും പക്ഷത്ത് നിൽക്കുന്ന സുഹാസിനി ടീച്ചർ, എപ്പോഴും സിന്ധു എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന, ഏത് നാരായണൻ സാറ്, തോമസ് സാറ് എന്നിവരൊക്കെ എനിക്ക് ആശംസകളോ അതിനോടൊപ്പം തന്നെ വളരെ നല്ല ഉപദേശങ്ങളും എല്ലാം തന്നിട്ടുണ്ട്. ഈ എഴുത്തിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എന്തിനും ഏതിനും എന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന എൻ്റെ ഭർത്താവ്. ആദ്യമേ ഞാൻ പറയുന്നില്ല, എൻ്റെ കുടുംബം എല്ലാ കാര്യത്തിലും എനിക്ക് പ്രോത്സാഹനം തരാൻ. അദ്ദേഹം നോ എന്ന വാക്കൊന്നും എവിടെ പറയാറില്ല. ഞാൻ എന്താവശ്യപ്പെടുന്നായാലും എന്തും എനിക്ക് സാധിച്ചു തരികയും എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരു ഭർത്താവാണ് എൻ്റെ. വളരെയധികം ഇരിക്കുന്ന എല്ലാ വ്യക്തികളോടും ആശംസകൾ അറിയിച്ചവരോടും, അതുപോലെ തന്നെ ഈ പരിപാടിയിൽ എന്നെ ആങ്കർ ചെയ്ത ശ്രീകുമാർ സാറ്, സ്വാതി, ഈ കൊച്ചു മെഡിക്കലായ കുട്ടികൾ, ഇവിടെ റിച്ചമോളെ സ്വാഗതഗാനം നമ്മൾ കേട്ടു. എന്റെ ഒരു കവിത മനോഹരമായി ആലപിക്കുന്ന എല്ലാ വ്യക്തികളും, എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ, എന്നോട് സഹകരിച്ച, എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാ വ്യക്തികളോടും നന്ദി എന്ന വാക്കിൽ ഒതുങ്ങാതെ എന്റെ സ്നേഹാദരവ് ഞാൻ ഇവിടെ കുറിക്കുന്നു. നന്ദി, നമസ്കാരം.